പൂരാവേശത്തിലേക്ക് ഓടിക്കയറുകയായിരുന്ന തൃശൂരിന്റെ ഹൃദയം പൊള്ളിച്ചിരിക്കുകയാണ് മുണ്ടത്തിക്കോട് ദുരന്തം. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പൂരത്തിനുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 വൻ സ്ഫോടനമുണ്ടായത്. 13 പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായി. മുണ്ടത്തിക്കോട് പാടശേഖരത്തിന് നടുവിലെ ആ തുരുത്തിൽ പൂരക്കാഴ്ചയ്ക്ക് വർണ്ണം നൽകാൻ കോപ്പുകൂട്ടുകയായിരുന്നു അവർ. അജ്ഞാതമായ ഒരു തീപ്പൊരി മഹാസ്ഫോടനമായി മാറിയത് ഞൊടിയിടയിലാണ്. 40ഓളം പേർ പണിയെടുത്തിരുന്ന 3 ഷെഡുകൾ തീഗോളം വിഴുങ്ങി. $2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഞാൻ നിൽക്കുന്നിടത്ത് തിരി കൊത്തിയിട്ടുണ്ടാവും. ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി. ഇതെൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറു ഷെഡ് പൊട്ടി. 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളെടുത്തേക്ക് വന്നത്. ഘോര ശബ്ദത്തിൽ നാട് നടുങ്ങി. കട്ടകൊത്തിയ പുകച്ചുരുളുകൾക്കിടയിൽ നിന്ന് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ മണിക്കൂറുകൾ വേണ്ടിവന്നു. രക്ഷാപ്രവർത്തകർക്ക് വേഗത്തിലെത്താൻ ഇടുങ്ങിയ വഴി തടസ്സമായി. തുരുത്തിലേക്ക് ആരെയും അടുപ്പിക്കാതെ തുടരെ സ്ഫോടനങ്ങൾ. തീയണയ്ക്കൽ അഗ്നിരക്ഷാസേനയ്ക്ക് വലിയ വെല്ലുവിളിയായി. വാർത്തയറിഞ്ഞെത്തിയവർ നിസ്സഹായരായി പകച്ചു നിന്നു. പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ ബന്ധുക്കളും. എന്റെ മാമ ഇവിടെ സ്ഥിരം വർക്കിന് വരുന്നതാ. വേലായത് വിളിച്ചിരുന്നോ? വിളിച്ച ഫോണ് എടുക്കുന്നില്ല. അടിക്കുന്നുണ്ടോ? ഫോൺ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, മക്കളൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ചിതറിത്തെറിച്ച ജീവനുകളുമായി രക്ഷാപ്രവർത്തകർ തുരുത്തിനു പുറത്തേക്ക് വരുന്നത് കണ്ട് കേരളത്തിന്റെ നെഞ്ചുലഞ്ഞു. മരണസംഖ്യ ഉയർന്നത് ആശങ്കയേറ്റി. ജീവനോടെ രക്ഷിച്ചവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നാട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.